എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. ബബ്ബ ട്രെയിലർ ഇറങ്ങി, ഞാൻ കണ്ടില്ല. നോക്കട്ടെ. എല്ലാവരും വന്നോ? നമ്മുടെ ആൾക്കാർക്ക് വന്നോ ഗൈസ്? 953 പേരുള്ളൂ. 950. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. നോക്കി ജസ്റ്റ് കണ്ടിട്ട് കയറാം. ഞാൻ കണ്ടില്ല. കോർപ്പറേറ്റ് ഒന്നും തരായിരുന്ന മതിയായിരുന്നേ. ട്രെയിലർ ഒരവർ മുമ്പ്. ഓ തള്ളേ, നോക്കട്ടെ. 4K. Let's go. Okay, let's go. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. Flashback போற மாதிரியே இருக்குது. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനുണ്ട്. വീണ്ടും സന്ധിക്കവരയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതാരി സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി ആർപ്പുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ നീ മിന്നി തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർസ്റ്റൺ ഇടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. എന്റെ ആളിയ സത്യം താൻ കടമേ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ അതൊരൊന്നൊന്നര കാലമായിരുന്നു. എന്താടാ ഞാൻ ഈ ഫ്രെയിമാറിൽ കണ്ടോ നിങ്ങൾ? ഇത് നോക്ക്. ഇതിൽ കൂടുതൽ എന്താ ഐഡന്റിറ്റി അല്ലേ? ഒരു ഇത് മാത്രം കണ്ടാ മതിയല്ലേ? എന്റെ അമ്മോ, CID ബസ്സിലെ കാർ അതെവിടെ ശ്രദ്ധിച്ചില്ലല്ലോ. അതെവിടെയായിരുന്നു? അത് ഞാൻ കണ്ടില്ല. അതേ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതെവിടെ? CID ബസ്സിലെ കാർ ഉണ്ടായിരുന്നോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എല്ലാം പോട്ടെ. നിങ്ങളെ ഈ റെലവൻസ് കേട്ട, അതായത് കറന്റ് സെനാറിയോയില് റെലവെന്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ് ഇതിന്റെ ഇൻട്രോ. നിങ്ങളത് കേട്ടോ? ഇത് കേട്ടോ? ഇതൊക്കെയാണ് എവിടെ നോക്കിയാലും എന്റെ മുഖമായിരിക്കും എന്ന്. സത്യമല്ലേ? ഇപ്പൊ റീലും വാർത്തയിലും ഇത് ഇറക്കാൻ പറ്റിയ. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. അമ്പോ, ഇതിനകത്ത് എവിടെയാണ്? CID മൂസിലെ കാറ് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. I will take you to the miraculous universe of the most wanted person you're searching for. Flashback போற மாதிரியே இருக்குது. ഓ അതാണല്ലേ. ഓക്കെ. ഇതാണല്ലേ സാധനം. ഇത് ഞാൻ കലക്കും. പടം പെട്ടെന്ന്. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു കാസ്റ്റ് ആണ് നോക്കടാ. എത്ര പേരായി ഇതിനകത്ത്. പടം പൊട്ടുകയോ ജയിക്കുമോ എന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ഇവരെ ലാലേട്ടൻ, ഞാനൊരു നല്ല ലാലേട്ടൻ ഫാനാ, മനസ്സിലായോ? അപ്പൊ ലാലേട്ടനെയും ദിലീപിനെയൊക്കെ ഒരു കണ്ടപ്പം എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ഉറപ്പായിട്ട് ഇത് തിയേറ്ററിൽ പോയി കാണും ഈ പടം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ്, ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോയി കാണുക, ഇഷ്ടം അല്ലെങ്കിൽ കാണില്ല. അത്രേ ഉള്ളൂ. വേറെ മനസ്സിലായോ? അല്ലാതെ എനിക്ക് വേറെ അതിൽ തരണില്ല. ഇത് ഞാൻ തിയേറ്ററിൽ പോയി കാണും. എനിക്ക് ട്രെയിലർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ അമ്മ ഇടുക്കിലും അല്ലേ ലാലേട്ടൻ. 10,000 കമന്റ്. എന്റെ അമ്മോ ഗൈസ്, ഞാൻ ഈ വീഡിയോക്ക് പുറകെ കാണിക്കാൻ പറ്റിയ വേറൊരു സാധനം നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സാധനമാണ്. അവന്റെ ഒരു പേര് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ ഗൈസ്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ ഗൈസ്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഇവന് പോയി മെസ്സേജ് അയച്ചു. ഞാൻ ലിറ്ററലി സത്യം പറഞ്ഞ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തില്ല. ഇപ്പോഴത്തെ ഇവന് ഞാൻ പോയി മെസ്സേജ് അയച്ചു. ഇവന് ഈ വീഡിയോ 1 മിനിറ്റ് 50 സെക്കൻഡേ ഉള്ളൂ. ഇതൊരു 5M ഉണ്ടാക്കിയ വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ. കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ. ഇതൊരു
11 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗെയിമിനകത്ത് ഉണ്ടാക്കിയ വീഡിയോ ആണ്. ഒന്ന് കണ്ടു നോക്കേ. So, how's the trailer? Forget the talk. Let's play it. എന്തൊരു മൂവ്മെന്റ് ആണ് അതൊക്കെ, ഫ്രെയിം. എന്റെ അമ്മോ, ഞാൻ 10-11 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗെയിമിനകത്ത് ഇവന്മാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഷൗട്ടെക്സിനും സുനിമോനും ഇവനും ഒക്കെ ഈ GTA 6 എന്തൊക്കെ ചെയ്യാം അല്ലേ? എന്റെ പൊന്നോ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഈ GTA 6 സിനിമാറ്റിക്സ് ഒക്കെ ഇവന്മാരുടെ കയ്യിൽ കിട്ടിയ എന്ത് ചെയ്തു വെക്കുമെന്ന്. ഇവനൊക്കെ സിനിമ പിടിക്കും ഇവരൊക്കെ, സിനിമ. ഗൈസ്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക ഗൈസ്. 2000 സബ്ബേ ഉള്ളൂ ഈ വീഡിയോ. മാർക്കോ സ്റ്റുഡിയോസ് എന്നാണ് പേര്. നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്, അഭിപ്രായം ആഫ്റ്റർ ഈഗിൾ ഗെയിമിങ് അവിടെ വന്നു കേട്ടാ. വിലയേറിയ കമന്റ്സ് അവനെ ഒന്ന് അറിയിക്കുക. ബ്ലൈൻഡ് ഗെയിമിങ് കുറെ പേരുണ്ടോ എനിക്കറിയാം, DNC അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. ഞാൻ നമ്മുടെ ആ ഒരു ഇത് പറഞ്ഞതാ, മനസ്സിലായോ? ഫുൾ GTA അല്ല, എന്നാലും ഞാൻ പറയുവാ, ഇവിടെ GTA ഫ്രെയിംസ് തന്നെ നോക്കടാ. ഇത് മറ്റേത് ഏത് ഇതെന്താ ഏത് ഗെയിമാ ശരിക്കും പറഞ്ഞാ? ഇത് ഗെയിമിൽ ചെയ്തതാണോ? ഇത് ഏതെങ്കിലും ഗെയിമിന്റെ സിനിമാറ്റിക്സ് ആണോ? ഇത് ഏതെങ്കിലും ഗെയിമിന്റെ സിനിമാറ്റിക്സ് ആണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? GTA അല്ലാതെ വേറൊരു ക്ലിപ്പ് ഉള്ളത് അത് ബ്ലെൻഡർ ആണോ? എനിക്ക് അറിഞ്ഞൂടാ, ആണെന്ന് തോന്നുന്നില്ല. ഫുള്ള് GTA ആണ്. ആണോ? PUBG അല്ല, PUBG ഒന്നും അല്ലടാ അത്. PUBGയുടെ ഗ്രാഫിക്സ് ഇങ്ങനെയല്ല, അതൊരു വേറൊരു സാധനമാണ്. ഇവരെ ഒരു ഡൗട്ട്, എങ്ങനെയാണ് ഈ സിനിമാറ്റിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? കഥ പറഞ്ഞു കൊടുക്കും ഞാൻ. ഇതല്ല, ബാക്കിയൊക്കെ സുനിമോന് ഷൗട്ടെക്സ് അവരൊക്കെയാണ് ചെയ്യണം, മനസ്സിലായ? എനിക്ക് അതിലൊരു ഫോട്ടോ എടുക്കാൻ പോലും അറിഞ്ഞൂടാ. എഗോടൊക്കെ ചോദിച്ചാ ഷൗട്ടെക്സിനോടൊക്കെ പോയി ചോദിക്കടാ, ഷൗട്ടെക്സിനോടൊക്കെ. ബ്രോ എടാ അവൻ മെസ്സേജ് ബ്രോ, എടാ ഇത് ഫുള്ള് GTA ആണെന്ന്. ഈ ക്ലിപ്പൊക്കെ GTA. ഇതൊക്കെ GTA തന്നെ. എന്റെ അമ്മോ, വിഷയം കേട്ടോ. എടാ മാർക്കോ ബ്രോ ഒരു രക്ഷയില്ല, കിട്ടില്ല പറയാതിരിക്കാൻ വയ്യ. ഗൈസ്, എല്ലാരും ഒന്ന് ചെറുക്കനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മാർക്കോ സ്റ്റുഡിയോസ് മലയാളിയാണ്, അവൻ മലയാളിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ഡു സപ്പോർട്ട് ഹിം. അപ്പൊ നമുക്ക് സിറ്റിയിലോട്ട് കയറാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. വെൽക്കം. ഇത് ഞാനൊന്ന് ഗിറ്റ് ചെയ്തോട്ടെ. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്, ഇത് എന്റെ വർക്കാണ്. ഇത് നമ്മൾ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തതാണ്. കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഇരുന്ന് കുറച്ച് ദിവസം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാ. ഇവിടെ ജെമിനിയുടെ ഒക്കെ ക്വാളിറ്റി എന്താ അല്ലേ, നോക്ക്, കണ്ടാ എന്ത് ഡീറ്റെയിലിംഗ് അല്ലേ, എന്ത് സാധനമാണ്. കിടിലമാണ്. ഞാൻ ജെമിനിയുടെ പ്രോ ഒക്കെ എടുത്തിട്ടാ. ഇപ്പൊ അതിലാണ് എന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ സിറ്റി കയറാം. ഗുണമധികാരം മതി, കുറെ നേരമായിട്ടിരുന്നു ഗുണമധികാരം അടിക്കണം. വെൽക്കം. ക്യാം ചെറുതാക്കാം. എന്റെ മോന്ത കുറച്ചേരം കണ്ടാ പറ്റൂല നിനക്കൊന്നും.
എന്നെ കടയാടി. വല്ല പെണ്ണുങ്ങളുമായിരുന്നെങ്കിൽ അവനൊക്കെ 1080 ഫുള്ള് ഇട്ടിട്ടിരുന്ന് ഫേസ് ക്യാം കുറച്ചുകൂടെ വലുതാക്കുവോ, ഗെയിമിന്റെ സ്ക്രീൻ ഇല്ലേലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ വെക്കുവോ ഫേസ് ക്യാം, ഇങ്ങനെ ഇരുന്നേനെ അവനൊക്കെ. ഫേസ് ക്യാം ഒരു 5 മിനിറ്റത്തേക്ക് ചെറുതായിട്ടിരുന്നപ്പോ അവന്റെയൊക്കെ വലുതായിട്ടിരുന്നപ്പോ അവന്റെയൊക്കെ പ്രശ്നം. ലൈറ്റ് ശരിയാവില്ലടാ, ഈ സൈഡ് ലൈറ്റ് ഇല്ലടാ, ഈ സൈഡ് ലൈറ്റ് ഇല്ല. ഇവിടെ ഉണ്ടോ? ഇത് അടിച്ചു പോയി. എൻ്റെ ഇരിക്കുന്നത് ചെറിയൊരു ലൈറ്റാ, ഇത് കണ്ട ഉണ്ടോ? ഇതാണ് അടിച്ചു പോയത്. ഇതുണ്ടായിരുന്ന എന്ത് രസമായിരുന്നു അറിയോ? ഇത് കത്തൂല്ല ഇപ്പം, വലിയ ലൈറ്റായിരുന്നു. കണ്ടോ? ഇത് അടിച്ചു പോയി. പവർ കൊടുത്തിട്ട് ഒന്നും വരുന്നില്ല. ഇത് ചെറുതാണ്. എടാ ഞാൻ ചുമ്മാ പറഞ്ഞാ, അത് വലുതാടാ. അത് സമ്മതിച്ചു തന്ന്.